ഇന്ത്യയും ഇന്ത്യൻ ജനാധിപത്യത്തെയും പ്രശംസിച്ച് ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോത്താക്കിസ് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? 140 കോടിയിലേറെ ജനങ്ങളുമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രശംസ. ടൈംസ് നൗവിന് നൽകിയ അഭിമുഖത്തിലാണ് കിരിയാക്കോസ് ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിര അംഗത്വം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 70 വർഷം മുമ്പാണ് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത്. ലോകം മാറുന്നതനുസരിച്ച് ഐക്യരാഷ്ട്രസഭയിലും മാറ്റമുണ്ടാകണം. ക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ നേടിയ നേട്ടങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതാണ്. കോടിക്കണക്കിന് ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ പറ്റിയും അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് സമ്പ്രദായം ജനാധിപത്യത്തിന് തടസ്സമാണെന്ന തെറ്റായ ധാരണകളെ തച്ചുടയ്ക്കുന്ന ഉദാത്ത മാതൃകയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം. ജനാധിപത്യത്തിന് എങ്ങനെ ശക്തമായ സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിക്കാമെന്ന് ഇന്ത്യ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ലോകം ഒരു കുടുംബമാണ് എന്ന വസുദൈവ കുടുംബം എന്ന ആശയമാണ് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ പകർന്നു നൽകുന്ന ആശയമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയും ഗ്രീക്കും തമ്മിലുള്ള ബന്ധത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഗ്രീക്ക് പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത്. ഈ സന്ദർശന വേളയിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ പറ്റി അദ്ദേഹം അഭിനന്ദിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തു. ഗാസ സംഘർഷം, ചെങ്കടലിലെ വെല്ലുവിളികൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ച നടത്തി. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകളും നടന്നു. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പോലുള്ള സംരംഭങ്ങളിലൂടെ കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്ത്രപരമായ പങ്കാളിത്തവും ഇരട്ടി ഉഭയകക്ഷി വ്യാപാരവും 2030 ആഴത്തിലാക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം മോദി ഏതൻസിലേക്ക് ചരിത്രപരമായ ഒരു യാത്ര നടത്തിയിരുന്നു. അതിനുള്ള സുപ്രധാനമായ നിമിഷമാണ് ഈ സന്ദർശനം. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും ദാർശനികവുമായ ബന്ധങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പരസ്പര ബന്ധത്തിന്റെ സാർവത്രിക സങ്കല്പത്തിന് അടിവരയിടാൻ ഇന്ത്യ ഒരു വസുദൈവ കുടുംബകം ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആഗോള ഭരണത്തിൽ ഇന്ത്യയുടെ ഇടപെടലും പ്രത്യേകിച്ച് UN സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗത്വത്തിനുള്ള ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിച്ചുകൊണ്ടും അദ്ദേഹം ശക്തമായ പിന്തുണയും പ്രകടിപ്പിച്ചു. ഇന്ത്യയും ഗ്രീക്കുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെ പ്രധാനമന്ത്രി മോദിയും സ്വാഗതം ചെയ്തു. ഏതൻസ് സന്ദർശനത്തിന് ശേഷമുള്ള പുരോഗതിയിൽ സംതൃപ്തിയും രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി മിറ്റ്സോത്താക്കീസിനെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതും ഉപയോഗപ്രദവുമായിരുന്നു എന്നും 2030 ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം നീങ്ങുന്നത് സന്തോഷകരമായ കാര്യമാണ് എന്നുമാണ് മോദി പറഞ്ഞത്. അതുപോലെ തന്നെ സമുദ്ര സുരക്ഷ, ഭീകരവാദം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും പ്രതിരോധത്തിലും സുരക്ഷയിലും വർദ്ധിച്ചു വരുന്ന രണ്ട് രാജ്യങ്ങളുടെയും സഹകരണവും പരസ്പര വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കും ഗ്രീസിനും പൊതുവായ ആശങ്കകളും മുൻഗണനകളും ഉണ്ട്. ഇന്ത്യ ഗ്രീക്ക് ബന്ധത്തിന്റെ തന്ത്രപരമായ ആഴം അടിവരയിട്ട് അദ്ദേഹം പ്രസ്താവിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.